ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ആധുനിക ടെക്നോളജി യുഗത്തിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി മൊബൈൽ ഫോൺ, വില കൂടിയ മൊബൈൽ ഫോണുകൾ, ടാബ്ലറ്റുകളൊക്കെ നമ്മൾ സമ്മാനിക്കാറുണ്ട്. നിങ്ങൾക്കറിയാം, ഈ ടെക്നോളജി യുഗത്തിൽ ഇൻ്റർനെറ്റിൽ ലഭിക്കാത്തതായിട്ട് ഒന്നുമില്ല എന്നുള്ളത്. ഇൻ്റർനെറ്റിൽ നമുക്ക് നല്ലതും ചീത്തതയുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ലഭ്യമാണ്. അതൊക്കെ നമ്മുടെ കുട്ടികളിൽ നിന്നും സംരക്ഷിക്കുന്നതിനായിട്ട്, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി കുട്ടികൾ എന്തൊക്കെ ചെയ്യുന്നു അല്ലെങ്കിൽ കുട്ടികൾക്ക് ഒരു നിയന്ത്രണ രേഖ നമ്മുടെ മൊബൈലിൽ വരച്ചു കൊടുക്കുന്നതിന് വേണ്ടി, അവർ ഇന്നതിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് പാരൻ്റൽ കൺട്രോൾ എന്നുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ. ഈ ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് ഇന്നിവിടെ പരിചയപ്പെടുന്നത്. പ്രമുഖ ആൻറ്റിവൈറസ് നിർമ്മാതാക്കളായ ഇസെറ്റ് ആണ് ഇതിൻ്റെ ഡെവലപ്പേഴ്സ്. നമുക്ക് എങ്ങനെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം എന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ തരുന്ന ലിങ്കിൽ നിന്നും ആദ്യമായിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. കഴിഞ്ഞാൽ ആദ്യമായിട്ട് ആപ്ലിക്കേഷൻ നിങ്ങൾ ക്ലിക്ക് കൊടുത്ത് ഓപ്പൺ ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് താഴെയായിട്ട് ഇവിടെ യെല്ലോ ഭാഗത്ത് അക്സെപ്റ്റ് എന്നുള്ള ഭാഗം കാണാം. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് വീണ്ടും അക്സെപ്റ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെയായിട്ട് ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പേര് അല്ലെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇവിടെ ചേർക്കുക. പാസ്വേഡ് എന്ന രീതിയിൽ ഒരു പാസ്വേഡ് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. 8 അക്ക നമ്പറുള്ള ഒരു പാസ്വേഡ് നിങ്ങൾ സെറ്റ് ചെയ്യുക. പാസ്വേഡ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു നമ്പറെങ്കിലും, ചെയ്യുന്നത് ഇംഗ്ലീഷ് ആണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു നമ്പറെങ്കിലും ചേർക്കുവാൻ പ്രത്യേകം ഇന്ത്യയാണ് കൺട്രി എൻ്റെ നിലവിൽ ഓൾറെഡി ആയിട്ടുള്ളത്. അവിടെ നിങ്ങൾക്ക് ആ രീതിയിൽ തന്നെ വെക്കുക. ശേഷം ഐ അഗ്രി എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പം ഇവിടെ നിങ്ങൾക്ക് ഇവരുടെ ഇമെയിൽ ലഭിക്കണമെങ്കിൽ നിങ്ങൾക്ക് അത് ടിക്ക് കൊടുക്കാം. ഇല്ലെങ്കിൽ അത് ഒഴിവാക്കിയതിനു ശേഷം ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇപ്പം കണക്റ്റിംഗ് ടു മൈ iset.com എന്ന് കാണിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ബഫറിംഗ് രീതിയിൽ കാണുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അല്പസമയം വെയിറ്റ് ചെയ്യും. ഇപ്പം നിങ്ങൾക്ക് ഇവിടെയായിട്ട് ട്രൈ ടു ഫ്രീ എന്നുള്ള ഭാഗമാണ്. ഇത് 30 ദിവസത്തേക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കുവാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ഇവിടെയായിട്ട് എന്തൊക്കെയാണ് ഇതിൻ്റെ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. വെബ് ഗാർഡ്, ചിൽഡ് ലൊക്കേറ്റർ, പാരൻ്റൽ കൺട്രോൾ, പാരൻ്റൽ മെസ്സേജ്, റിപ്പോർട്ട്സ് എന്നിവയൊക്കെയാണ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നത്. ട്രൈ ഫോർ ഫ്രീ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷന് വേണ്ടി നിങ്ങൾക്കൊരു സെക്യൂരിറ്റി 4 അക്ക നിങ്ങൾക്കൊരു പാസ്വേഡ് എൻ്റർ ചെയ്യുവാനുള്ള അല്ലെങ്കിൽ പിൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്ത് അല്പം സെക്യൂരിറ്റി കൊടുക്കുവാൻ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാം. അതായത് നിങ്ങളുടെ മൊബൈലിൽ നിന്നും മക്കൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ പറ്റാത്ത രീതിയിലേക്ക് മാറ്റുന്നതിനായിട്ട് ഈ നമ്പർ കൊടുത്താൽ മാത്രമേ അവർക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുവാൻ സാധിക്കുകയുള്ളൂ. അതിനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള 4 അക്ക നമ്പർ കൊടുക്കുക. ശേഷം അതേ നമ്പർ തന്നെ വീണ്ടും ആവർത്തിക്കുക. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ചൈൽഡ് അല്ലെങ്കിൽ പാരൻ്റ് എന്നുള്ള 2 ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. ചൈൽഡ് എന്നുള്ള ഭാഗം ഞാൻ സെലക്ട് ചെയ്യും. ഇപ്പം നിങ്ങൾക്ക് സെലക്ട് എ ചൈൽഡ്സ് പ്രൊഫൈൽ എന്നുള്ള ഭാഗത്ത് ഇവിടെയായിട്ട് താഴെ പ്ലസ് ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ കുട്ടികളുടെ പേരെന്താണോ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം അവരുടെ ഡേറ്റ് ഓഫ് ബർത്തും നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുക്കുകയാണ്. ജെൻഡർ ബോയ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് പ്രൊഫൈൽ പിക്ചർ വേണമെങ്കിൽ പ്രൊഫൈൽ പിക്ചറും കൊടുത്ത് നിങ്ങൾക്ക് സേവ് ചെയ്യാം. ശേഷം നിങ്ങൾക്ക് ഇവിടെയായിട്ട് എനാബിൾ ആപ്പ് മോണിറ്ററിംഗ് എന്നുള്ള ഭാഗം കാണാം. അത് നെക്സ്റ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സെറ്റിങ്സിലേക്ക് വരുന്നതാണ്. ഇവിടെ സർവീസസ് എന്നുള്ള ഭാഗത്ത് പാരൻ്റൽ കൺട്രോൾ എന്നുള്ള ഭാഗം കാണാം. അത് ഓഫ് ചെയ്ത് കൊടുക്കുക. അത് ഓപ്പൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ടാപ്പ് ടു ആക്ടിവേറ്റ് അൺഇൻസ്റ്റാൾ പ്രൊട്ടക്ഷൻ എന്നുള്ളത് നിങ്ങളുടെ മൊബൈലിൽ നിന്നും അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാതിരിക്കുവാനുള്ള ഒരു പ്രൊട്ടക്ഷൻ കൂടി നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് ഇവിടെ നെക്സ്റ്റ് എന്നുള്ള ഭാഗം അടിച്ച് ആക്ടിവേറ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ എനാബിൾ എന്നുള്ള ഭാഗം ക്ലിക്ക്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെയാണ് ഇതുപോലെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ ഇതിൻ്റെ എല്ലാം സെറ്റ് കഴിഞ്ഞു. ഇനി ഇപ്പം നിങ്ങൾ ഇവിടെയായിട്ട് ഒരു കുട്ടിക്ക് നിങ്ങളുടെ മൊബൈലിൽ ഗെയിം കൊടുക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സെറ്റ് ചെയ്യുവാൻ എത്ര സമയം, എത്ര മണിക്കൂർ അവർ ഒരു ദിവസം നോക്കണം, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് എത്ര സമയം നോക്കണം, ഏതൊക്കെ ഇൻ്റർനെറ്റുകൾ നോക്കാൻ പാടില്ല, ഏതൊക്കെ സൈറ്റുകൾ നോക്കാം, ഏതൊക്കെ സൈറ്റുകൾ നോക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. അവ എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് അൺബ്ലോക്ക് ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. നേരത്തെ കൊടുത്ത പാസ്വേഡ് വീണ്ടും കൊടുക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഇവിടെ ഇത്രയും ഓപ്ഷനുകൾ നിങ്ങൾക്ക് കാണാം. വെബ് ഗാർഡ്, ആപ്ലിക്കേഷൻ ഗാർഡ്, പാരൻ്റൽ മെസ്സേജ് എന്നുള്ള ഭാഗം കാണാം. ഇതിൽ നിങ്ങൾക്ക് വെബ് ഗാർഡ് എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ചേഞ്ച് റൂൾസ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെയായിട്ട് ബ്ലോക്ക് ചെയ്യേണ്ട വെബ്സൈറ്റുകളാണ്. വെബ്സൈറ്റുകൾ ബ്ലോക്ക് ചെയ്യണമോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. അതിനായിട്ട് വെബ്സൈറ്റ് കാറ്റഗറീസ് എന്നുള്ള ഭാഗത്ത് അഡൽട്ട് ആയിട്ടുള്ളത്, അതുപോലെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല സൈറ്റുകൾ, ബ്ലോക്ക് ചെയ്യേണ്ട അഡൽട്ട് സൈറ്റുകൾ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. അത് ഓട്ടോമാറ്റിക്കായിട്ട് ബ്ലോക്ക് ആണ്. അതുപോലെ തന്നെ എക്സെപ്ഷൻ എന്നുള്ള ഭാഗത്ത് ഇവിടെ നിങ്ങൾക്ക് വന്നിരിക്കുന്ന എന്തെങ്കിലും അതുപോലെ മക്കൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അടുത്തായിട്ട് ആപ്ലിക്കേഷൻ ഗാർഡുകളാണ്. ആപ്ലിക്കേഷൻ ഗാർഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ആപ്സുകൾ നിങ്ങൾക്ക് കാണാം. നല്ല ഉപയോഗിക്കാൻ പറ്റിയ ആപ്സുകൾ, ഉപയോഗിക്കാൻ പാടില്ലാത്ത ഡിസ്ലൈക്ക് ചെയ്യാവുന്ന ആപ്സുകൾ, ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കുഴപ്പമില്ലാത്ത ആപ്സുകളാണ്. ഉപയോഗിക്കാൻ പാടില്ലാത്ത ആപ്സുകൾ നിങ്ങൾക്ക് കാണാം. ഇതുപോലെ കുട്ടികൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മോശമാവാൻ സാധ്യതയുള്ള ആപ്സുകളുടെ ലിസ്റ്റിൽപ്പെടുത്തിയവയാണ് ഇവയൊക്കെ. അതുപോലെ തന്നെ ഗെയിം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗെയിമും നിങ്ങൾക്ക് കാണാം. എൻ്റെ മൊബൈലിൽ ഗെയിം ഉപയോഗിക്കാറില്ല, അതുകൊണ്ടാണ്. ശേഷം ലിമിറ്റ് ഫൺ ആൻഡ് ഗെയിംസ് എന്നുള്ള ഭാഗം കാണാം. താഴെയായിട്ട് ടൈം ലിമിറ്റ്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
സ്കൂൾ ഡേയ്സുകളിൽ എത്ര മണിക്കൂർ അവർക്ക് ഉപയോഗിക്കാൻ കൊടുക്കാം. നമ്മളിപ്പോൾ ഒരു 1.5 മണിക്കൂറാണ് അല്ലെങ്കിൽ 2.5 മണിക്കൂറാണ് സ്കൂൾ ഡേയ്സുകളിൽ അവർക്ക് മൊബൈൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഭാഗം സെലക്ട് ചെയ്യുക. സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് കൂടുതൽ കൊടുക്കണമെങ്കിൽ ഒരു 5.5 മണിക്കൂർ കൊടുക്കണമെങ്കിൽ അതും ക്ലിക്ക് ചെയ്യുക. ശേഷം താഴെ കാണുന്ന ഭാഗം ഓൺ തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തുക. ശേഷം അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാരൻ്റൽ മെസ്സേജ് എന്നുള്ള ഭാഗം കാണാം. നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെ കൊടുത്ത് എൻ്റർ ചെയ്ത് നിങ്ങൾക്ക് കുട്ടികൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഏരിയ മറികടക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്ന മെസ്സേജ് നിങ്ങൾക്ക് വരുന്നതാണ്. അത് നിങ്ങൾക്കിവിടെ സേവ് ചെയ്തു. നിങ്ങൾക്ക് അത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് മറ്റുള്ള സെറ്റിങ്സുകളൊന്നും നിങ്ങൾക്കില്ല. ഇനി നമുക്ക് എങ്ങനെ പ്രവർത്തിക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ വീണ്ടും ബാക്ക് അടിക്കുകയാണ്. ഇനി നമ്മൾ ഗൂഗിൾ സൈറ്റ് ഞാനിപ്പം മൊബൈലിൽ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഒരു അഡൽട്ടായിട്ടുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുകയാണ്. നമ്മൾ കുട്ടികൾ ഓപ്പൺ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ഇതുപോലുള്ളൊരു ഓപ്ഷൻ കാണിക്കും. അവർ ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരു ഓപ്ഷൻ അവർക്ക് നിർബന്ധമായും കാണിച്ചിരിക്കും. അവർ കൊടുത്താൽ മാത്രമായിരിക്കും അവർക്കത് ഓപ്പൺ ചെയ്യുവാൻ സാധിക്കുക. ഇപ്പോൾ എല്ലാം നോക്കാം. നമുക്ക് ക്യാൻസൽ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും അത് ബ്ലോക്ക് ആവും. ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ വീണ്ടും ഇതേ ഓപ്ഷൻ തന്നെ അവർക്ക് വരുന്നതാണ്. ഇത് കൊടുത്താൽ മാത്രമായിരിക്കും അവർക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുക. ഇനി നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു VPN എന്ന രീതിയിൽ നിങ്ങൾക്ക് അവിടെ ലോക്ക് ആയതായിട്ട് കാണാം. ഒരു സൈറ്റ് അറ്റ്ലീസ്റ്റ് ഒരു അല്പം സെക്സ് ആയിട്ടുള്ള ഒരു സൈറ്റ് ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം, ചെപ്പു ദിസ് വെബ്സൈറ്റ് ഈസ് നോട്ട് റൈറ്റ് ഓഫ് ഫോർ യൂസ്, ലെറ്റ്സ് അസ് ട്രൈ സംതിങ് എൽസ് എന്നുള്ളൊരു ഭാഗം കാണാം. ഇവിടെ നിങ്ങൾക്ക് അൺലോക്ക് ചെയ്തിട്ട് ഉപയോഗിക്കാനുള്ള ഓപ്ഷൻ, നിങ്ങളുടെ പാസ്വേഡ് കുട്ടികൾക്ക് അറിയുമെങ്കിൽ അവർക്ക് അൺലോക്ക് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി അല്ല എങ്കിൽ നിങ്ങളുടെ പാരൻറ്റിനോട് ചോദിക്കുവാനുള്ള ഓപ്ഷൻ ആയിരിക്കും അവർക്ക് കാണുക. ഇതുപോലെ നിങ്ങളുടെ മക്കളുടെ ഓരോ ഉപയോഗത്തിനും നിങ്ങൾക്ക് നിയന്ത്രിക്കുന്നതിന് ഈ ഒരു സൗകര്യം നിങ്ങളെ സഹായിക്കുന്നതാണ്. തീർച്ചയായും ഇന്നത്തെ ആധുനിക യുഗത്തിൽ ഇതുപോലുള്ള ഒരു സോഫ്റ്റ്വെയർ അത്യാവശ്യമാണ്. തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഉപകാരപ്പെട്ടിരിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. നന്ദി മൈ ഡിയർ ഫ്രണ്ട്സ്.